ഈ ഒരു പോസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി മുതൽ വാടക കെട്ടിടങ്ങളിൽ നിന്ന് ലഹരിപരമായ വസ്തുക്കൾ പിടികൂടിയാൽ ഉടമസ്ഥന്മാരും പ്രതികളാകും. ഇത് എക്സൈസിന്റെ കർശനമായ മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എല്ലാവരും വായിച്ചല്ലോ. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ കണ്ട് ഒരുപാട് പേര് വീട് വാടക കൊടുക്കുന്നവർ, അതേമാതിരി ചെറിയ ചെറിയ റൂമുകൾ വാടക കൊടുക്കുന്നവർ, അതേമാതിരി ഫ്ലാറ്റുകൾ വാടക കൊടുക്കുന്നവർ. പക്ഷേ ഈ അടുത്ത് നമ്മുടെ നാടുകളിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, ഒരുപാട് ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മൾ ഇതേമാതിരി കെട്ടിടങ്ങൾ, അത് ചെറിയ റൂമുകൾ, അതേമാതിരി വീടുകൾ, ഫ്ലാറ്റുകളൊക്കെ വാടക എടുത്ത് താമസിച്ച് അവർ അതിൻ്റെ മറവിൽ ഒരുപാട് ലഹരിപരമായ വസ്തുക്കൾ ബിസിനസ്സിൻ്റെ ഒരുപാട് പേര് പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഈ എക്സൈസിൻ്റെ കർശനമായ മുന്നറിയിപ്പാണ്. നമ്മൾ വീടോ റൂമോ ഫ്ലാറ്റോ ഇത്തരത്തിലുപരമായ എന്തെങ്കിലും സംഗതികൾ അന്യ നാട്ടിൽ വന്ന ആളുകൾക്കൊക്കെ നമ്മൾ അത് വാടക കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് എടുക്കുന്നത് കർശനമായി അത് പരിശോധിക്കുക. അതിനുശേഷം നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവർക്ക് ഇത്തരത്തിലുള്ള റൂമുകൾ, താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങൾ വാടക കൊടുക്കുക. കാരണം ഇതിൻ്റെ വേക്കിൽ ലഹരിപരമായ വസ്തുക്കൾ ഇനി പിടിക്കപ്പെട്ടാൽ ആ കെട്ടിടത്തിൻ്റെ അഥവാ റൂമിൻ്റെയോ അതേമാതിരി ഫ്ലാറ്റിൻ്റെയോ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന്മാർ ഇതിലും പ്രതികളാകുമെന്നാണ് എക്സൈസിൻ്റെ കർശനമായ മുന്നറിയിപ്പ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കഴിയുന്നത് മാക്സിമം നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേമാതിരി നമ്മളെ ഇതൊക്കെ ഉണ്ടാവും, നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അതേമാതിരി ഒരുപാട് വാടക കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും. ചെറിയ ഇന്ത്യക്കാർക്കൊക്കെ ചെറിയ പീഡ് റൂം വരെ മതി അവർക്ക് താമസിക്കാൻ, വീടുകൾ വേണമെന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ പേരിലുള്ള എന്തെങ്കിലും കെട്ടിടങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ലഹരിപരമായ വസ്തുക്കൾ പിടിക്കപ്പെട്ടാൽ നമ്മളും ഇതിൽ പ്രതികളാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം നമ്മളെ ഫാമിലിയിലെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.